ഇന്ത്യയിൽ തന്നെ ബിഗ്ഗസ്റ്റ് ആക്ടറായിട്ടുള്ള അല്ലു അർജുന്റെ പുഷ്പ 2 എനിക്ക് ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ തന്നെ കാണണമെന്ന് പറഞ്ഞിട്ട് ഒരു 8-9 പ്രായമുള്ള ഒരു പയ്യൻ വീട്ടിൽ കെഞ്ചി അച്ഛനെയും അമ്മയെയും അനിയത്തെയും കൂട്ടിയിട്ട് പുഷ്പ 2 കാണാൻ വേണ്ടി വരികയാണ്. അതും പ്രീമിയർ ഷോ എന്ന് പറഞ്ഞാൽ സിനിമ റിലീസാകുന്നതിന്റെ തലേ ദിവസം ഉണ്ടാകുന്ന ഷോയാണ് പ്രീമിയർ ഷോ എന്ന് പറയുന്നത്. അതും ടിക്കറ്റ് പ്രൈസ് 1000 രൂപയോളം വരും. അങ്ങനെ ആ ഷോ കാണാൻ വന്ന ആ 8 വയസ്സ് പയ്യന്റെ അമ്മ അവിടെ മരിക്കുകയാണ്. അന്ന് ആ അമ്മ മരിക്കാനുള്ള കാരണം എന്തായിരിക്കും? പുഷ്പ 2 8 ദിവസം കൊണ്ട് 1000 കോടി രൂപ കളക്ഷൻ കിട്ടിയെങ്കിലും പണമുള്ളത് കൊണ്ടും ഇന്ത്യയിലെ തന്നെ ബിഗ്ഗസ്റ്റ് ആക്ടർ ആയതുകൊണ്ടും അല്ലു അർജുനെ പോലീസ് അറസ്റ്റ് ചെയ്യുകയില്ല, അല്ലു അർജുനെ ജയിലിൽ ഇടുകയില്ല എന്ന് ചിന്തിച്ചവർക്ക് തെറ്റി. അല്ലു അർജുന്റെ വീട്ടിൽ അല്ലു അർജുന്റെ റൂമിൽ കയറിയാണ് പോലീസ് അല്ലു അർജുനെ അറസ്റ്റ് ചെയ്തിട്ട് കൊണ്ടുപോയത്. പിന്നീട് അല്ലു അർജുന് കോടതി ജാമ്യം അനുവദിച്ചിട്ടുണ്ടായിരുന്നു. സോ എന്താണ് ശരിക്കും അന്ന് അവിടെ നടന്നത്? ഈ സംഭവങ്ങൾക്കെല്ലാം കാരണം അല്ലു അർജുനാണോ? ഇതിനെല്ലാം ഉത്തരം ഈ ഒരൊറ്റ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. പുഷ്പ 2 റിലീസാകുന്നതിന്റെ തലേ ദിവസം രാത്രി നടന്ന സംഭവത്തെക്കുറിച്ചിട്ടും പിന്നീട് നടന്ന സംഭവത്തെക്കുറിച്ചിട്ടുമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇൻവെസ്റ്റിഗേഷൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഞാൻ അക്ബർ, നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ദി ട്രൂ ഫയൽസ്. വെൽക്കം ബാക്ക്. ഡിസംബർ 4, 2024, അതായത് പുഷ്പ 2 റിലീസ് ചെയ്യുന്നത് ഡിസംബർ 5-ാം തീയതിയാണ്. അതിന്റെ തലേ ദിവസം ഹൈദരാബാദിലെ സന്ധ്യ എന്ന് പറയുന്ന ഒരു തിയേറ്ററിൽ വൻ ജനത്തിരക്കായിരുന്നു ഉണ്ടായിരുന്നത്. കാരണം പുഷ്പ 2 പ്രീമിയർ ഷോ കാണാൻ അല്ലു അർജുൻ അവിടേക്ക് വരികയാണ്. എന്നിട്ട് 15 മിനിറ്റ് കാറിൽ നിന്നുകൊണ്ട് എല്ലാവരോടും നന്ദി പറയുകയാണ് അല്ലു അർജുൻ. ആ സമയത്ത് അവിടെ നല്ല രീതിക്കുള്ള ക്രൗഡായിരുന്നു ഉണ്ടായിരുന്നത്. ചുരുക്കി പറഞ്ഞാൽ അവിടെ ഒന്ന് നിന്ന് തിരിയാൻ പോലും സ്ഥലമില്ലാതെ തിക്കും തിരക്കുമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. പുഷ്പ 2 നല്ല ഹൈപ്പിൽ വന്ന ഒരു സിനിമ ആയതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും ഫസ്റ്റ് ഷോ തന്നെ കാണണമെന്ന് പറഞ്ഞിട്ട് വന്നവരാണെങ്കിലും അല്ലു അർജുൻ അവിടെ വരുമെന്ന് പറഞ്ഞിട്ട് അവിടെ വന്നവരാണെങ്കിലും മൊത്തത്തിൽ ജനസാഗരമായിരുന്നു ആ തിയേറ്ററിന് മുന്നിൽ ഉണ്ടായിരുന്നത്. ഒരു വിധത്തിൽ അല്ലു അർജുൻ സിനിമ കാണാൻ ഉള്ളിൽ കയറി. മാത്രമല്ല അല്ലു അർജുന്റെ കൂടെ ഉള്ളിലേക്ക് പ്രവേശിച്ചവർക്ക് ടിക്കറ്റ് പോലും ഇല്ലാതെയാണ് പ്രവേശിച്ചതെന്ന് ചില ആർട്ടിക്കിളിൽ പറയുന്നുണ്ട്. അപ്പോഴാണ് ആ 8 വയസ്സ് പ്രായമുള്ള ആ കുട്ടി, അതായത് അല്ലു അർജുന്റെ കട്ട ആരാധകനായിട്ടുള്ള ആ 8 വയസ്സ് പ്രായമുള്ള കുട്ടി, ഞാൻ കടുത്ത അല്ലു അർജുൻ ആരാധകനാണ്, എനിക്ക് ഈ സിനിമ ഫസ്റ്റ് ഷോ തന്നെ കാണണമെന്ന് പറഞ്ഞിട്ട് വീട്ടിൽ വാശി പിടിച്ചുകൊണ്ട് അച്ഛനെയും അമ്മയെയും അനിയത്തെയും കൂട്ടിയിട്ട് പ്രീമിയർ ഷോ കാണാൻ വേണ്ടിയിട്ട് അല്ലു അർജുൻ വന്ന അതേ തിയേറ്ററിലേക്ക് ആ കുട്ടി ഫാമിലിയായിട്ട് വരികയാണ്. അങ്ങനെ ഈ ക്രൗഡിന്റെ ഇടയിൽപ്പെട്ട് ആ അച്ഛനും അമ്മയും കുട്ടികളും വേർപിരിക്കുകയാണ്. അതായത് ആ പയ്യനും അമ്മയും ഒരു സ്ഥലത്തും ആ അച്ഛനും പെൺകുട്ടിയും വേറെ സ്ഥലത്തുമായിട്ട് വേർപിരിക്കുകയാണ്. അച്ഛനും പെൺകുട്ടിയും സേഫ് ആയിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് മാറുമ്പോൾ ആ പയ്യനും അല്ലു അർജുന്റെ കട്ടാരാധകരായിട്ടുള്ള ആ പയ്യനും അവന്റെ അമ്മയും ആ കൂട്ടത്തിനിടയിൽ പെടുകയാണ്. കൂട്ടത്തിൽപ്പെട്ട 2 പേർക്കും നല്ല രീതിക്കുള്ള പരിക്കുകളും സംഭവിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ശരീരത്തിൽ നല്ല രീതിക്ക് പരിക്കുകൾ സംഭവിച്ച ആ കുട്ടിയുടെ അമ്മ അവിടെ ബോധമില്ലാതെയായി. പിന്നീട് പോലീസ് അടുത്തുള്ള ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമ്പോഴേക്കും ആ അമ്മ മരിക്കുകയായിരുന്നു. ഇതിൽ പോലീസ് പറയുന്നത് എന്താണെന്നാൽ അല്ലു അർജുൻ അനുവാദമില്ലാതെയാണ് തിയേറ്ററിലേക്ക് എത്തിയത്, അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ക്രൗഡിനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കാതിരുന്നത്. ആ അമ്മയുടെ മരണത്തിന് ഉത്തരവാദി അല്ലു അർജുനും ഈ പടത്തിന്റെ പ്രൊഡ്യൂസറും ഈ തിയേറ്റർ ഉടമയുമാണ് എന്ന് പോലീസ് പറയുകയുണ്ടായി. ഇതിനെതിരെ ഞങ്ങൾ ശക്തമായിട്ട് തന്നെ ആക്ഷൻ എടുക്കുമെന്നും പോലീസ് പറയുകയുണ്ടായി. അതിന് ചില ജേർണലിസ്റ്റുകൾ പറഞ്ഞത് നമ്മുടെ നാട്ടിലുള്ള വലിയ വലിയ ആക്ടേഴ്സിനെയൊക്കെ അറസ്റ്റ് ചെയ്യാനും അവരെ ജയിലിൽ ഇടാനും നിങ്ങളെ കൊണ്ട് സാധിക്കുമോ എന്ന ചോദ്യത്തിന് പോലീസ് പറഞ്ഞത് ആരായാലും ശരി നിയമത്തിന്റെ വഴിയിലൂടെ തന്നെ പോകും എന്ന് പോലീസ് പറയുകയുണ്ടായി. പിറ്റേ ദിവസം ഒഫീഷ്യലായിട്ട് അല്ലു അർജുൻ ഒരു വീഡിയോ പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ആ കുടുംബത്തിന് 25 ലക്ഷം രൂപ കൊടുക്കാമെന്നും ആ കുടുംബത്തിന്റെ ദുഃഖത്തിൽ പങ്കുചേരുന്നു എന്നും ആ കുടുംബത്തിന്റെ ഫുൾ സെറ്റിൽമെന്റ് അല്ലു അർജുൻ നോക്കിക്കൊള്ളാമെന്നും അല്ലു അർജുൻ പറയുകയുണ്ടായി. അതേപോലെ തന്നെ ആ മരിച്ച അമ്മയുടെ ഭർത്താവ് പറയുന്നത് ഇതിന് അല്ലു അർജുനാണോ കുറ്റക്കാരൻ എന്ന് ഞങ്ങൾ പറയുന്നില്ല. ഇത്രയും വലിയ ഹൈപ്പിൽ വരുന്ന ഒരു സിനിമയ്ക്ക് ഇത്രയും വലിയൊരു ക്രൗഡ് ഉണ്ടായിരിക്കുന്നത് സ്വാഭാവികമാണ്. അതിൽ വന്ന് ഞങ്ങൾ പെട്ടു, എന്റെ ഭാര്യയെ എനിക്ക് നഷ്ടമായി എന്നും പറയുകയുണ്ടായി. എന്നാൽ പോലീസ് വെള്ളിയാഴ്ച രാവിലെ അല്ലു അർജുന്റെ വീട്ടിലേക്ക് അല്ലു അർജുനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ആ സമയത്ത് അദ്ദേഹം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതേ സമയത്ത് വീട്ടിൽ ഭാര്യ, മക്കൾ എന്നിങ്ങനെ കുറേയധികം ആളുകളും ഉണ്ടായിരുന്നു. എല്ലാവരും ഭയപ്പെടാൻ തുടങ്ങുകയാണ് പോലീസിനെ കണ്ടയുടൻ.
അപ്പോൾ അല്ലു അർജുൻ ഓക്കെ ശരി ഞാൻ വരാം, എൻ്റെ ഡ്രസ്സൊന്ന് മാറ്റിയിട്ട് വരാം എന്ന് പറയുകയാണ്. അപ്പോൾ പോലീസും ശരി സാർ നിങ്ങൾ പോയി ഡ്രസ്സ് മാറ്റിയിട്ട് വായോ എന്ന് പറയുകയാണ്. എന്നിട്ട് അല്ലു അർജുൻ ലിഫ്റ്റിൽ കയറി റൂമിലേക്ക് പോവുകയാണ്. കൂടെ പോലീസും പോകുന്നുണ്ട്. അപ്പോൾ അല്ലു അർജുൻ ധരിച്ചിരുന്നത് ഒരു ഷോർട്സ് ആയിരുന്നു. അല്ലു അർജുന്റെ വീട്ടിലേക്ക് പോലീസ് വരുന്നതും അല്ലു അർജുനെ കാറിൽ കയറ്റി കൊണ്ടുപോകുന്നതിന്റെ ദൃശ്യങ്ങളെല്ലാം സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു. അങ്ങനെ പാർക്കിംഗ് ഏരിയയിലേക്ക് വന്നിട്ട് ഒരു കപ്പ് കോഫി കുടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അല്ലു അർജുൻ. അപ്പോൾ പോലീസ് പറയുന്നുണ്ട്, നിങ്ങളെ വലിയ കുറ്റവാളികളെ പോലെയൊന്നും ഞങ്ങൾ ട്രീറ്റ് ചെയ്യുന്നില്ല, ഞങ്ങൾക്ക് ഞങ്ങളുടെ ജോലി ചെയ്തേ പറ്റുള്ളൂ എന്ന് പോലീസ് അല്ലു അർജുനോട് പറയുകയാണ്. അപ്പോൾ ഇതിന് അല്ലു അർജുൻ പറയുന്നത്, എന്താണ് സാർ എന്നെ നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ സമ്മതിച്ചില്ല, ചായ കുടിക്കാൻ സമ്മതിച്ചില്ല, ഞാൻ റൂമിലോട്ട് പോയപ്പോൾ നിങ്ങൾ എല്ലാവരും കൂടി എൻ്റെ കൂടെ പോന്നു, ഞാൻ എന്താ ഓടിപ്പോകുമെന്നാണോ നിങ്ങൾ വിചാരിച്ചത്? ഞാൻ അല്ലു അർജുനാണ്, അത് എല്ലാവർക്കും അറിയാമെന്നും അല്ലു അർജുൻ പോലീസുകാരോട് പറയുകയാണ്. അത് നമുക്ക് ആ വിഷ്വൽസിൽ കാണാൻ സാധിക്കുന്നതാണ്. മാത്രമല്ല അല്ലു അർജുന്റെ വൈഫും തകർന്ന അവസ്ഥയിലുള്ളത് നമുക്കതിൽ കാണാൻ സാധിക്കുന്നതാണ്. അല്ലു അർജുനും വൈഫിന് കവിളിൽ ഒരു ഉമ്മ കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒന്നും സംഭവിക്കില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് അവരെ കൂടെ പോവുകയാണ്. അങ്ങനെ കോർട്ടിലേക്ക് ഈ ഒരു കേസ് വരികയാണ്. അവിടെ 14 ദിവസം ജുഡീഷ്യൽ കസ്റ്റഡിയിൽ അല്ലു അർജുനെ വേണമെന്നും ഈ കേസ് സംബന്ധപ്പെട്ട് വേണമെന്നും പറഞ്ഞിട്ട് ഹൈദരാബാദിലെ ചഞ്ചൽഗുഡ എന്ന് പറയുന്ന സെൻട്രൽ ജയിലിലേക്ക് അല്ലു അർജുനെ കൊണ്ടുപോവുകയാണ്. ഈ സംഭവങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ നടക്കുകയാണ്. അതേപോലെ തന്നെ ഹൈക്കോർട്ടിലേക്ക് ഈ ഒരു കേസ് കൊണ്ടുപോവുകയാണ്. അവിടെ ചിരഞ്ജീവിയുടെ ലോയർ എന്താണ് പറഞ്ഞതെന്നാൽ, എന്ത് കാരണങ്ങൾ കൊണ്ടാണ് നിങ്ങൾ അല്ലു അർജുനെ അറസ്റ്റ് ചെയ്തത് എന്ന് ചോദിക്കുന്നുണ്ട്. അതിൽ കുറച്ച് സെക്ഷനുകൾ ഇട്ടിട്ടാണ് അല്ലു അർജുനെ അറസ്റ്റ് ചെയ്തതെന്നും അതിൽ ഒന്ന് അറിഞ്ഞുകൊണ്ട് ഒരാളെ വേദനിപ്പിക്കുക, അതായത് അറിഞ്ഞുകൊണ്ട് ഒരു ശരീരത്തിൽ മുറിവേൽപ്പിക്കുക എന്ന സെക്ഷനായിരുന്നു. അപ്പോൾ അല്ലു അർജുന്റെ സൈഡ് വാദം എന്തായിരുന്നു എന്നാൽ, അതെങ്ങനെയാണ് ഞങ്ങൾ അറിഞ്ഞുകൊണ്ട് ഒരാളെ ഉപദ്രവിക്കുന്നത്? മാത്രമല്ല ഞങ്ങളിങ്ങനെ സ്പെഷ്യൽ ഷോ നടത്തുന്നുവെന്നും ജനസാഗരമായിരിക്കുമെന്നും അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ബന്ദോബസ് വേണമെന്ന് പറഞ്ഞിട്ട് ഒരു ഡോക്യുമെന്റ് അപ്ലൈ ചെയ്തിട്ട് അതിൽ പോലീസ് സൈൻ ചെയ്തിട്ടുള്ള ഒരു ഡോക്യുമെന്റ് കോർട്ടിൽ സബ്മിറ്റ് ചെയ്യാണ് തിയേറ്റർ ഉടമ. അപ്പോൾ കോർട്ട് എതിർവാദം ചെയ്യുന്നവരോട് ഇത് അല്ലു അർജുൻ തന്നെയാണോ കുറ്റക്കാരൻ, ഇതിൽ നിന്ന് തന്നെയാണോ നിങ്ങൾ ഉറച്ചു നിൽക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്നത് അതെ അദ്ദേഹം കുറ്റക്കാരനാണ്, അദ്ദേഹം തെറ്റ് ചെയ്തിട്ടുണ്ട് എന്നാണ് എതിർവാദം പറയുന്നത്. അങ്ങനെ രണ്ട് സൈഡും മാറി മാറി വാദങ്ങൾ വെച്ചുകൊണ്ടിരിക്കുകയാണ്. ബന്ദോബസ് വേണമെന്ന് പറഞ്ഞിട്ട് 2 ദിവസം മുമ്പ് ഞങ്ങൾ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് സിനിമ ഡിസംബർ 5-ാം തീയതി റിലീസ്, പ്രീമിയർ ഷോ 4-ാം തീയതി റിലീസ്, ഡിസംബർ 2-ാം തീയതി തന്നെ ഞങ്ങൾ ബന്ദോബസ് വേണം എന്ന് പറഞ്ഞിട്ട് ഡോക്യുമെന്റ് സബ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ പോലീസ് ഉദ്യോഗസ്ഥൻ അസിസ്റ്റന്റ് കമ്മീഷണർ അതിൽ സൈൻ ചെയ്തിട്ട് ഞങ്ങൾക്ക് അത് അപ്ലൈ ചെയ്ത് തന്നതാണ് എന്നും തിയേറ്റർ ഉടമ കോർട്ടിൽ സമർപ്പിച്ചിട്ടുള്ള ആ ഡോക്യുമെന്റിലുണ്ട്. ഈ കേസിലെ വിക്ടിം ആ 9 വയസ്സുള്ള കുട്ടിക്ക് സംഭവിച്ചതിൽ ദുഃഖമുണ്ടെങ്കിലും ഇതിന് കാരണം ഞങ്ങളാണ് എന്ന് പറയരുത്. അസിസ്റ്റന്റ് കമ്മീഷണർ സൈൻ ചെയ്ത് തന്നിട്ടുള്ള ഡോക്യുമെന്റ് ഞങ്ങളുടെ കയ്യിലുണ്ട്, എല്ലാത്തിനും അലോഡ് ചെയ്തിട്ടാണ് ഞങ്ങൾ എല്ലാ കാര്യങ്ങളും ചെയ്തത് എന്നൊക്കെ കോർട്ടിനോട് പറയുകയാണ് അല്ലു അർജുന്റെ ടീം. അങ്ങനെ കുറെ നേരത്തെ വാദത്തിന് ശേഷം അല്ലു അർജുന് കോടതി ജാമ്യം നൽകുകയാണ്. പക്ഷേ താൽക്കാലിക ജാമ്യമാണ് അല്ലു അർജുന് കോടതി നൽകിയിരിക്കുന്നത്. 1 മാസം കഴിഞ്ഞാൽ വീണ്ടും കോടതിയിൽ ഹിയറിംഗ് നടക്കുന്നതാണ്. അതുവരയ്ക്കുമാണ് ആ ഒരു ജാമ്യത്തിന്റെ കാലാവധി. ഇതിനിടയിൽ തെലങ്കാന CM ഒരു മീറ്റിംഗിന്റെ ഇടയിൽ മാധ്യമപ്രവർത്തകർ അദ്ദേഹത്തോട് ചോദിച്ചു, അല്ലു അർജുന് എന്താണ് പറ്റിയത്, അല്ലു അർജുന് എന്താണ് സംഭവിച്ചതെന്ന് ചോദിച്ചു. അതിന് അദ്ദേഹം പറഞ്ഞത്, ഞാനൊന്ന് ചോദിച്ചോട്ടെ, ആരാണ് അല്ലു അർജുൻ? ഇന്ത്യക്ക് സ്വതന്ത്രം വാങ്ങിച്ചു തന്ന ആളാണോ, ഇല്ലെങ്കിൽ അത് ബന്ധപ്പെട്ട ആരെങ്കിലും ആണോ, ഇല്ലെങ്കിൽ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിൽ വല്ലതും ഉണ്ടായിരുന്ന ആളാണോ? അല്ല, ഒരു സിനിമാ നടൻ. അദ്ദേഹം സിനിമയിൽ അഭിനയിക്കുന്നു, സാലറി വാങ്ങുന്നു, അദ്ദേഹത്തിന്റെ പാട് നോക്കി അദ്ദേഹം പോകുന്നു, അത്രയേ ഉള്ളൂ. അതേപോലെ നിങ്ങൾ എന്താണ് ആ പാവപ്പെട്ട കുടുംബത്തെ കുറിച്ച് ചോദിക്കാത്തത്? ആ അമ്മ മരിച്ചതിനെ കുറിച്ച് ചോദിക്കാത്തത്? ആ 8 വയസ്സുള്ള കുട്ടി ഇന്നും കോമയിലാണ്, അതെന്താ ആരും ചോദിക്കാത്തത്? അവരും മനുഷ്യരല്ലേ? പേഴ്സണലായിട്ട് എനിക്കും അല്ലു അർജുന്റെ ഫാമിലിയുമായിട്ട് നല്ല ബന്ധമുണ്ട്. പക്ഷേ നിയമത്തിന്റെ വഴിയിലൂടെ തന്നെ പോകുമെന്നും അദ്ദേഹം പറയുകയുണ്ടായി. ശനിയാഴ്ച പുലർച്ചെയാണ് അല്ലു അർജുനെ ജയിലിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവന്നത്. നോർമലായിട്ട് ജയിൽ പുള്ളികൾ ജയിലിൽ എങ്ങനെയാണുള്ളത് അതേപോലെ തന്നെ ഒരു സെല്ലിൽ അല്ലു അർജുനെ അടയ്ക്കുകയാണ്. ജയിൽ പുള്ളികൾ കഴിക്കുന്ന ഭക്ഷണം അല്ലു അർജുൻ കഴിക്കുകയാണ്. ജയിൽ പുള്ളികൾ കിടന്നുറങ്ങുന്നത് പോലെ തറയിൽ അല്ലു അർജുൻ കിടന്നുറങ്ങുകയാണ്. അല്ലു അർജുന്റെ കൂടെ 4 ജയിൽ പുള്ളികളും ആ ഒരു സെല്ലിൽ ഉണ്ടായിരുന്നു. മൊത്തത്തിൽ പറഞ്ഞാൽ അല്ലു അർജുൻ അന്നത്തെ രാത്രി ഒരു ജയിൽ പുള്ളി പോലെ ആ ഒരു ജയിലിൽ ഉണ്ടായിരുന്നു. എന്നിട്ടാണ് പിറ്റേ ദിവസം, അതായത് കഴിഞ്ഞ ശനിയാഴ്ച അല്ലു അർജുൻ ജയിലിൽ നിന്ന് മോചിതനാകുന്നത്. ഞാൻ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ പോലെ ഇത് താൽക്കാലികമായിട്ടുള്ള ഒരു ജാമ്യമാണ്. ഹിയറിംഗ് നടക്കണമെങ്കിൽ ഇനി 1 മാസം കൂടി കഴിയണം. അങ്ങനെ ജയിലിൽ നിന്ന് വന്ന അല്ലു അർജുൻ നേരെ വീട്ടിലേക്ക് പോവുകയാണ്. വീട്ടിൽ വന്നിട്ടുള്ള ദൃശ്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു. ഭാര്യയും കുട്ടിയും വന്നിട്ട് അല്ലു അർജുനെ ആലിംഗനം ചെയ്യുന്നുണ്ട്. പിന്നീട് മീഡിയയോട് അല്ലു അർജുൻ സംസാരിക്കുന്നതും സംസാരത്തിൽ അല്ലു അർജുൻ ആ കുടുംബത്തിന്റെ എല്ലാ കാര്യങ്ങളും താൻ നോക്കിക്കൊള്ളാമെന്നും ആ കുടുംബത്തിന് ഒരു പ്രശ്നം വന്നാൽ താൻ മുന്നിൽ നിൽക്കുമെന്നും ആ കുടുംബത്തിന് എന്തൊക്കെ ചെയ്യണം അതൊക്കെ ഞാൻ ആ കുടുംബത്തിന് വേണ്ടി ചെയ്യുമെന്നും അല്ലു അർജുൻ മീഡിയയോട് പറയുകയുണ്ടായി. അതിൽ ചില മീഡിയക്കാർ അല്ലു അർജുനോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ അനുവാദം വാങ്ങാതെയല്ലേ തിയേറ്ററിലേക്ക് സിനിമ കാണാൻ പോയത് എന്ന് ചോദിക്കുമ്പോൾ അല്ലു അർജുൻ
അടുത്ത ഹിയറിംഗിൽ കാണാം, നിങ്ങൾക്ക് തന്നെ കാണാൻ സാധിക്കുമെന്ന്. ഇതിൽ കൂടുതലായിട്ട് എനിക്കൊന്നും പറയാനില്ല എന്ന് പറഞ്ഞിട്ട് അല്ലു അർജുൻ മടങ്ങുകയാണ്. കേസുമായിട്ട് സംബന്ധിച്ചിട്ട് ആക്ട്രസ് രശ്മിക മന്ദാന പറയുന്നത്, നടന്ന കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ വിഷമമുണ്ട്. പക്ഷെ ഒന്നും അറിയാത്ത ഒരാളെ എങ്ങനെയാണ് അറസ്റ്റ് ചെയ്യുന്നത്? അതിലെന്ത് ന്യായമാണുള്ളത്? അല്ലു അർജുൻ തന്നെ പറയുന്നുണ്ടായിരുന്നു, ഞാൻ തിയേറ്ററിന്റെ ഉള്ളിലേക്ക് കയറി സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് പുറത്ത് ഈ ഒരു ആക്സിഡന്റ് നടക്കുന്നത്. അതും സ്വാഭാവികമായിട്ട് നടക്കുന്നതാണ്, എനിക്കും അതിലും യാതൊരു പങ്കുമില്ല എന്ന് അല്ലു അർജുൻ പറയുകയുണ്ടായി. പിന്നീട് എന്ത് ന്യായമാണ് ഇതിലുള്ളത് എന്നും രശ്മിക ചോദിക്കുന്നുണ്ടായിരുന്നു. അതേപോലെ നടൻ ഞാനി ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ ഗവൺമെന്റ് ഈ ഒരു കേസിൽ ഇത്രയും മുഖ്യത്വം കൊടുക്കുന്നതും മീഡിയ അത് പിന്നെയും പ്രൊജക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതും ഇതൊക്കെ കാണുമ്പോൾ മറ്റു പല വിഷയങ്ങളിലേക്കും ഇതേപോലെ ആയിരുന്നുവെങ്കിൽ നമ്മുടെ നാട് എന്നേ മുന്നേറി പോയിട്ടുണ്ടാകുമെന്നും അദ്ദേഹം പറയുകയാണ്. അല്ലാതെ ഈ സിനിമ ഫീൽഡിലുള്ള ആൾക്കാർക്ക് എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ മാത്രം എന്തിനു വേണ്ടിയാണ് ഇത്രയും പച്ചക്കിട്ടിട്ട് ആളുകൾ ഇറങ്ങുന്നു എന്നും അദ്ദേഹത്തിന്റെ ആ പോസ്റ്റിലുണ്ടായിരുന്നു. ഇന്റർനെറ്റിന്റെ മറ്റൊരു സൈഡിൽ അല്ലു അർജുൻ രാഷ്ട്രീയത്തിലേക്ക് വരികയാണ് എന്നൊരു ടോക്കുണ്ട്. ഇത് അല്ലു അർജുന്റെ ടീം ഇല്ല എന്ന് ക്ലാരിഫൈ ചെയ്തിട്ടുണ്ടെങ്കിലും മറ്റൊരു സൈഡ് അത് സത്യമാണ് എന്ന് പറയുന്നുണ്ട്. അതിന്റെ കാരണമാണ് തെലങ്കാന CM അല്ലു അർജുൻ രാഷ്ട്രീയത്തിലേക്ക് വരരുത് എന്ന് പറഞ്ഞിട്ട് ഇത്ര കാര്യങ്ങൾ ചെയ്യുന്നത് എന്നും. ഇതിനെക്കുറിച്ച് അദ്ദേഹത്തോട് തന്നെ ചില മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, നിയമത്തിന്റെ വഴിയിലൂടെ തന്നെ പോകും, ഗവൺമെന്റ് എന്ത് നിയമമാണ് കൊണ്ടുവന്നിട്ടുള്ളത് ആ നിയമം തന്നെ, ആ കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ നടക്കുകയുള്ളൂ, ഇവിടെ ആരും ചെറുതും വലുതും ഒന്നുമില്ല എന്നാണ് തെലങ്കാന CM മാധ്യമങ്ങളോട് പറഞ്ഞത്. ഇത്രയും കാര്യങ്ങൾ നടന്നിട്ടും ആ മരിച്ച അമ്മയുടെ ഭർത്താവ് ഈ അറസ്റ്റോ അല്ലു അർജുന്റെ അറസ്റ്റോ ഒന്നും അറിയാതെ ഇരിക്കുകയായിരുന്നു. ഇതെല്ലാം അറിഞ്ഞതിന് ശേഷം അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു, അദ്ദേഹം പറഞ്ഞത് അത് തെറ്റാണ്, അല്ലു അർജുൻ തെറ്റുകാരനാണ് എന്നുള്ളതിന് യാതൊരു തെളിവുമില്ല, എനിക്കും അതിൽ തോന്നുന്നില്ല, ഞാൻ വേണമെങ്കിൽ ഈ ഒരു കേസ് വാപസ് ചെയ്യാമെന്നുമാണ് ആ ഒരു അമ്മയുടെ ഭർത്താവ് പറഞ്ഞിട്ടുള്ളത്. അതായത് ആ 8 വയസ്സ് കോമയിൽ കിടക്കുന്ന 9 വയസ്സ് കുട്ടിയുടെ അച്ഛൻ പറഞ്ഞിട്ടുള്ളത്. ഇനി എനിക്ക് പറയാനുള്ളത് ഈ വീഡിയോ കാണുന്ന നിങ്ങളോടാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ടും ഇത്ര കാര്യങ്ങൾ അറിഞ്ഞിട്ടും മനസ്സിലാക്കിയിട്ടും നിങ്ങൾക്കൊരു നിഗമനം ഉണ്ടാവുമല്ലോ. ആ നിഗമനം എന്താണെന്ന് നിങ്ങൾ താഴെ കമന്റിൽ പറയുക. അടുത്ത കോടതി ഹിയറിംഗിൽ എന്താണ് സംഭവിക്കുന്നത് എന്നും ഈ ചാനൽ മുഖേന ഹിയറിംഗ് വന്നാലുടൻ പബ്ലിഷ് ചെയ്യുന്നതാണ്. മറക്കാതെ നമ്മുടെ വീഡിയോക്ക് ഒരു ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കൂടെ കാണുന്ന ബെൽ ബട്ടൺ എനേബിൾ ചെയ്താൽ ഇതേപോലുള്ള അപ്ഡേറ്റ്സ്, ക്രൈം ഇൻവെസ്റ്റിഗേഷൻ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ഉടനടി നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അപ്പോൾ അടുത്ത ഇൻവെസ്റ്റിഗേഷൻ വീഡിയോയിൽ കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.